Hello dears, welcome back. How are you? I hope all are fine. It's been a long time, I know. I was a little bit busy, okay? Today I came for introducing about this Enhanced CV app. Okay, അതെന്താന്ന് ഞാൻ പറയാം. ഇതെന്ന് പറയുന്നത് ATS ഫ്രണ്ട്ലി ആയിട്ടുള്ള CVs പിക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ എന്തൊക്കെ മാറ്റം വരുത്തണം എന്നൊക്കെ നമുക്ക് കറക്റ്റ് ആയിട്ട് പറഞ്ഞു തരാൻ പറ്റിയ ഒരു വെബ്സൈറ്റ് ആണ് കേട്ടോ. അപ്പൊ അതിനെപ്പറ്റി പറയാം. നമുക്ക് ഫസ്റ്റ് തന്നെ എന്താണ് ATS എന്നുള്ളത് പറയാം. ഇപ്പോൾ എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷൻസിലും നമ്മൾ ബൾക്കായിട്ട് CVs ഒക്കെ റിസീവ് ചെയ്യുമ്പോഴേക്കും അവർ AI ടൂൾ ഉപയോഗിച്ചിട്ട് നമ്മുടെ CVs സോർട്ട് ചെയ്തെടുക്കും. അറ്റ്ലീസ്റ്റ് 60% എങ്കിലും നമ്മുടെ CVയിൽ വരണം. അത് വേണമെങ്കിൽ നല്ല നമ്മുടെ ഒരു ജോബിന് ആപ്റ്റ് ആയിട്ടുള്ള വേർഡ്സ് അതിൽ യൂസ് ചെയ്യണം. ക്വാണ്ടിറ്റേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ എഴുതണം. അതായത് ഞാൻ ഒരു സ്ഥലത്ത് വർക്ക് ചെയ്തു എന്ന് എഴുതുന്നതിന് പകരം വർക്ക് ചെയ്തിട്ട് 60% ആ കുട്ടികളെ അടുത്ത ലെവലിലേക്ക് എത്തിച്ചു, അങ്ങനെ ക്വാണ്ടിറ്റേറ്റീവ് ആയിട്ട് പറയണം. 60% എന്നൊക്കെ ഇൻക്ലൂഡ് ചെയ്തല്ലോ. പിന്നെ വേർഡ്സ് റിപ്പീറ്റ് ചെയ്യാൻ പാടില്ല CVയിൽ, അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴേക്കും നമ്മുടെ CVയുടെ പെർസെൻറ്റേജ് 60%ലേക്ക് എബോവ് വരും. ഓക്കെ, എബോവ് വന്നിട്ടില്ലെങ്കിൽ നമ്മൾ ഇതൊക്കെ അയക്കുന്നുണ്ടെങ്കിലും വെബ്സൈറ്റിലൊക്കെ അപ്ലോഡ് ചെയ്യുന്നുണ്ടെങ്കിലും അതൊന്നും ആവശ്യത്തിന് നമുക്ക് പ്രയോജനപ്പെടുന്നില്ല. ഓക്കെ, അപ്പോൾ അതെങ്ങനെയാണ് പ്രയോജനപ്പെടുത്തുന്നതെന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഞാൻ ഒരു ഈസി ആയിട്ടുള്ള ഒരു ആപ്പും കൊണ്ട് വന്നിട്ടുള്ളത്. പിന്നെ കുറച്ച് പേര് എൻ്റെ അടുത്ത് ഭയങ്കര ഈഗർലി മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. എന്താണ്, ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഡിഗ്രിയാണ് UAE എഡ്യൂക്കേഷൻ്റെ ബേസ് എന്ന് പറയുന്നത്. ഡിഗ്രി ഉള്ള ഒരാൾക്ക് ടീച്ചർ ആവാൻ പറ്റും എന്ന് ഞാൻ പറഞ്ഞു. പക്ഷെ എല്ലാ വേക്കൻസീസിലും കാണുന്നുണ്ടല്ലോ BEd എന്നുള്ളത്. അപ്പോൾ ഞാൻ അതാണ് പറയാൻ വരുന്നത്. ആക്ച്വലി UAE BEd അത്യാവശ്യം ഉള്ള കാര്യമല്ല. ഓക്കെ, ഈവൻ ഇൻ കോർ സബ്ജക്റ്റും അല്ലാത്ത സബ്ജക്ട്സും ഉണ്ടല്ലോ. കോർ സബ്ജക്റ്റ് എന്ന് പറയുമ്പോൾ മാത്സ്, ഇംഗ്ലീഷ്, പിന്നെ സയൻസ്, ഇതൊക്കെ. അപ്പൊ ഇതിനും പോലും BTech ഉള്ളവരെ എടുക്കുന്നുണ്ട്, ഹയർ ചെയ്യുന്നുണ്ട്. അപ്പൊ ജോലിയിൽ വൺസ് നമ്മൾ ഗെറ്റ് ഇൻ ചെയ്തതിന് ശേഷം PGCE പോലെയുള്ള കോഴ്സസ് എടുത്താൽ മതി കേട്ടോ. അപ്പൊ എല്ലായിടത്തും ഇപ്പൊ ഞാനൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ നടത്തുന്നു, അങ്ങനെ ആവുമ്പോഴും ഞാൻ റിക്വയർമെന്റിൽ എഴുതും BEd വേണം. ഓക്കെ, നന്നായിട്ട് പഠിപ്പിക്കാൻ അറിയണ്ടേ. പിന്നെ ഡിഗ്രി വേണം, TLS ഉണ്ടെങ്കിൽ അത് വേണം, പിന്നെ IELTS ഉണ്ടെങ്കിൽ അത് വേണം, അമേരിക്കൻ കരിക്കുലത്തിൽ എക്സ്പീരിയൻസ് വേണം, ബ്രിട്ടീഷ് കരിക്കുലത്തിൽ എക്സ്പീരിയൻസ് വേണം. ആ കരിക്കുലം ഓറിയന്റഡ് ആയിട്ട് എക്സ്പീരിയൻസ് ഒക്കെ ചോദിക്കും അല്ലെ. പക്ഷേ UAE ഫസ്റ്റ് വരുന്ന ഒരാൾക്ക് UAE എക്സ്പീരിയൻസ് ഉണ്ടാവണം എന്നില്ല. ചിലപ്പോൾ IGCSEയോ അല്ലെങ്കിൽ അമേരിക്കൻ കരിക്കുലമോ എക്സ്പീരിയൻസ് ഉണ്ടാവണം എന്നില്ല. അപ്പൊ അത് കൊണ്ടിട്ട് ജോലി കിട്ടില്ല എന്ന് വിചാരിക്കരുത്. നമ്മൾ കീപ്പ് ഓൺ അപ്ലൈ. അപ്പൊ നമ്മൾ ടാലന്റഡ് ആണ് എന്ന് കണ്ടു കഴിഞ്ഞാൽ അവർ ഉറപ്പായിട്ടും ഹയർ ചെയ്യും. എനിക്ക് അങ്ങനെ കുറേ അധികം ഫ്രണ്ട്സ് ഉണ്ട് BEd ഇല്ലാത്തവര്. ഓക്കെ, വൺസ് ജോലിയിൽ കയറി കഴിഞ്ഞതിന് ശേഷം സുരാസ പോലുള്ള ആപ്പിൽ PGCTL എന്ന് പറയുന്ന കോഴ്സ് ഉണ്ട്. അത് ഡിഫറെന്റ് ക്യാഷ് ലെവൽസ് ആണ് വരുന്നത്. ക്യാഷ് ലെവൽ 2, 6 അങ്ങനെയൊക്കെ. അപ്പോൾ 6 ഒക്കെ വരുമ്പോഴേക്കും 13,000 ആണ് അതിന്റെ ഫീസ് എന്ന് പറയുന്നത്. അത്രയും അടച്ച് 10 മന്തിൽ ഇത് കംപ്ലീറ്റ് ചെയ്യുമ്പോഴേക്കും അവർ തന്നെ നമുക്ക് അതിനുള്ള ഓപ്പർച്യൂണിറ്റി, ജോബ് കിട്ടാനുള്ള ഓപ്പർച്യൂണിറ്റീസ് തരുന്നുണ്ട്. പ്ലസ് നമ്മളിപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നതാണെങ്കിൽ സുഖമായിട്ട് അതിൻ്റെ എല്ലാ അസൈൻമെന്റ്സും നമ്മുടെ സ്കൂളിൽ വെച്ച് തന്നെ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റുകയും ചെയ്യും. ഈ ഒരു സർട്ടിഫിക്കറ്റ് കിട്ടുകയും ചെയ്യും. അപ്പോൾ ഈ ഒരു സർട്ടിഫിക്കറ്റ് ഉള്ളവർക്ക് TLSന്, ടീച്ചേഴ്സ് ലൈസൻസിന് അപ്ലൈ ചെയ്ത് ലൈസൻസും കിട്ടും. അപ്പോൾ അത് കൊണ്ടിട്ട് BEd മാൻഡേറ്ററി അല്ല. പിന്നെ കുറേ അധികം ആളുകൾ ചോദിച്ചു BEd ഡിസ്റ്റന്റ് ഇസ് ഓക്കെ ഓർ നോട്ട്. ഇറ്റ്സ് നോട്ട് ഓക്കെ. എൻ്റെ അറിവിൽ ഇതുവരെ BEd ഓൺലൈൻ ആയിട്ടുള്ളത് അംഗീകരിച്ചിട്ടില്ല സ്കൂൾസിലൊന്നും. അപ്പം അതാണ് അടുത്തത്. പിന്നെ BEd ഇക്വലൻസി നമ്മൾ എടുക്കാറില്ല. ഓക്കെ, ഇക്വലൻസി എടുക്കേണ്ട ആവശ്യമില്ല. പക്ഷെ സ്റ്റിൽ റെഗുലർ ആണ് ഇവിടെ അംഗീകരിക്കുന്നത്. അല്ലെങ്കിൽ ഓൺലൈൻ ആയിട്ടുള്ള PGCTLും PGCE, PGCEI ഇതൊക്കെ KHD അംഗീകരിച്ചിട്ടുള്ളതാണ്, UAE അംഗീകരിച്ചിട്ടുള്ളതാണ്. അതൊക്കെ ഓൺലൈൻ തന്നെയാണ് ആക്ച്വലി നമ്മൾ പഠിക്കുന്നത്. അതെല്ലാം അംഗീകരിച്ചിട്ടുണ്ട്. അല്ലാതെ നമ്മുടെ യൂണിവേഴ്സിറ്റിയിലാണെങ്കിൽ റെഗുലർ ആയിട്ടുള്ള BEd മാത്രമാണ് അംഗീകരിച്ചിട്ടുള്ളത്. സോ ഇതാണ് അതിന്റെ ക്ലാരിഫിക്കേഷൻ എന്ന് പറയുന്നത്. സോ ഡിഗ്രി ഉള്ളൂ എങ്കിലും നമുക്ക് അപ്ലൈ ചെയ്യാം. നമ്മൾക്ക് കഴിവുണ്ട് എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അവരെ എടുക്കുന്നതാണ്. ഡെമോയും അതുപോലെ ഇന്റർവ്യൂവും നന്നായിട്ട് അറ്റൻഡ് ചെയ്യാനായിട്ട് നോക്കുക. അതാണ് അതിന്റെ ആൻസർ എന്ന് പറയുന്നത്. പിന്നെ ഡിഗ്രി ആണെങ്കിലും ഡിസ്റ്റന്റ് ആയിട്ട് ഉള്ളവരാണെങ്കിൽ അത് ഇക്വലൻസ് കിട്ടാൻ പാടായിരിക്കും. ഇക്വലൻസ് കിട്ടിയാൽ ഓക്കെ, ബട്ട് ഇക്വലൻസ് കിട്ടാൻ വളരെയധികം പാടാണ്. അപ്പോൾ അത് കൊണ്ടിട്ട് റെഗുലർ തന്നെയാണ് കൂടുതലും ചൂസ് ചെയ്യേണ്ടത്.
ഇത്രയാണ് ഈ ഒരു ഡിഗ്രിയെ പറ്റിയിട്ട് കുറച്ച് പേര് ഡൗട്ട് ചോദിച്ചതിൽ പറഞ്ഞിട്ടുള്ളത്. പിന്നെ ഒരു സന്തോഷ വാർത്ത എന്ന് പറയുന്നത് 2-3 പേര് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു ജോബ് കിട്ടി എന്നുള്ളത്. പിന്നെ ഒരാൾക്ക് മിനിസ്ട്രിയിലാണ് ജോബ് കിട്ടിയിട്ടുള്ളത്. സോ വെരി വെരി ഹാപ്പി ഫോർ ദാറ്റ്. സോ അങ്ങനെയൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കണ്ട കേട്ടോ. അപ്പോൾ ഓൾ ദ വെരി ബെസ്റ്റ് ടു ദീസ് പീപ്പിൾ ആൻഡ് ഓൾ ആർ വെയിറ്റിംഗ് ഫോർ ദ ഇൻ്റർവ്യൂസ്. പിന്നെ കുറേ അധികം ഇപ്പോൾ വേക്കൻസീസ് വന്നിട്ടുണ്ട്. ഞാനിങ്ങനെ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട് വാട്സപ്പ് ഗ്രൂപ്പിൽ. പിന്നെ വോക്കിൻ ഇൻ്റർവ്യൂസ് നടക്കുന്നുണ്ട്. ഈവൻ നാളെയും നടക്കുന്നുണ്ട്. അപ്പോൾ അതായത് നാളെ എന്ന് പറയുമ്പോൾ June 8th. ഓക്കെ, സോ 8th വോക്കിൻ ഇൻ്റർവ്യൂസ് നടക്കുന്നുണ്ട്. അതിൻ്റെ നോട്ടിഫിക്കേഷൻസ് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു ഗ്രൂപ്പിൽ. കണ്ടിട്ടുണ്ടെങ്കിൽ പ്രിപ്പയർ ആയിട്ട് പൊക്കോളൂ, നേരത്തെ പോവൂ, അറ്റൻഡ് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ ശരി, നമുക്ക് എന്താണ് ATS ഫ്രണ്ട്ലി CV എന്നും എങ്ങനെയാണ് അതിൽ എഡിറ്റൊക്കെ ചെയ്ത് എങ്ങനെയാണ് എൻഹാൻസ് ആപ്പ് ഉപയോഗിച്ചിട്ട് നമുക്കത് കണ്ടുപിടിക്കാനായിട്ട് പറ്റുന്നത് എന്നും നമുക്ക് നോക്കിയിട്ട് വരാം. നമ്മൾ ആദ്യം തന്നെ ക്രോമിലേക്ക് പോവാം. ക്രോമിൽ ഇവിടെ വന്നിട്ട് എൻഹാൻസ് CV. ഓക്കെ, ഫസ്റ്റ് തന്നെ വരുന്നത് ഇതാണ് ENHANCV. ഓക്കെ, എൻഹാൻസ് CV. ഇതിൽ ക്ലിക്ക് ചെയ്യാം. ഇവിടെ ബിൽഡ് യുവർ റെസ്യൂം എന്നുള്ള ഓപ്ഷനുണ്ട്, ഗെറ്റ് യുവർ റെസ്യൂം സ്കോർ എന്നുള്ള ഓപ്ഷനും ഉണ്ട്. അപ്പോൾ റെസ്യൂം സ്കോർ നോക്കാനായിട്ട് ഇവിടെ ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് അപ്പോൾ ക്ലിക്ക് ചെയ്യുമ്പോഴേക്കും അപ്ലോഡ് യുവർ റെസ്യൂം എന്ന് കാണിക്കും. അപ്ലോഡ് ചെയ്യാനാണ്. അപ്പോൾ നമ്മുടെ റെസ്യൂം എടുക്കാം, അപ്ലോഡ് ചെയ്യാം. ഞാനിപ്പോൾ ഫസ്റ്റത്തെ ഞാൻ ഈ ഒരു റെസ്യൂം കാണിച്ചു തരാം. നേരത്തെ എൻ്റെ റെസ്യൂമാണ്, അത് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വി ആർ സ്കാനിങ് യുവർ ഫയൽ എന്ന് കാണിക്കുന്നുണ്ട്. പെട്ടെന്ന് തന്നെ ഇത് കംപ്ലീറ്റ്ലി ഫ്രീ ആണ് കേട്ടോ ഈ ഒരു വെബ്സൈറ്റ്. അപ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ ഇവിടെ യുവർ സ്കോർ എന്നുള്ളത് കണ്ടോ, ലെഫ്റ്റ് സൈഡിൽ ടോപ്പിൽ കാണിക്കും. 68 ആണ് ഔട്ട് ഓഫ് 100 കാണിക്കുന്നത്. 42 ഇഷ്യൂസ് കാണിക്കുന്നുണ്ട്. അപ്പോൾ അതെന്തൊക്കെയാണെന്ന് നോക്കും. ഇവിടെ നോക്കാനായിട്ട് പറ്റും കേട്ടോ. വി ക്യാൻ ചെക്ക് ഹിയർ. ദെൻ ഹിയർ oh no, your experience section lacks quantifiable achievements from previous positions you are held. Other എഴുതിയിട്ടുണ്ട് അങ്ങനെ. സോ ക്വാണ്ടിഫയബിൾ പൊസിഷൻ എന്ന് പറയുമ്പോൾ ഒരു ക്വാണ്ടിറ്റി കാണിക്കണം. ഫോർ എക്സാമ്പിൾ ഇവിടെ ഞാൻ എഴുതിയിട്ടുണ്ട് ഹാൻഡിൽഡ് ആർട്ട് ക്ലബ് എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. SDG ക്വിസ് കോമ്പറ്റീഷൻ കണ്ടക്റ്റഡ് എന്ന് എഴുതിയിട്ടുണ്ട്. പക്ഷെ ആ രീതിയിലൊന്നുമല്ല എഴുതേണ്ടതെന്നാണ് പറഞ്ഞത്. പിന്നെ എങ്ങനെയാണ് എഴുതേണ്ടത്? സോ ഇവിടെ എഴുതി കാണിച്ചിട്ടുണ്ട്. അതിന് ക്വാണ്ടിറ്റേറ്റീവ് ആയിട്ടുള്ള ഒരു ഗുഡ് എക്സാമ്പിൾ കണ്ടോ. അച്ചീവ്ഡ് 40% പ്രൊഡക്റ്റ് റവന്യൂ ഗ്രോത്ത് ഇൻ 3 months ബൈ പ്ലാനിങ് ആൻഡ് ലോഞ്ചിങ് 4 new key features. അല്ലെങ്കിൽ ഇംപ്രൂവ്ഡ് സ്റ്റേറ്റ് ടെസ്റ്റ് പാസ് റേറ്റ്സ് ഫ്രം 78% to 87% in 2 years. ഇതൊക്കെയാണ് അവിടെ കാണിച്ചിരിക്കുന്നത്. അതായത് നമ്മൾ ആ കുട്ടികളുടെ രീതിയിൽ, നമ്മളൊരു ടീച്ചർ ആയതുകൊണ്ട് കുട്ടികളുടെ രീതിയിൽ എഴുതുമ്പോൾ ഇപ്പോൾ 78% സ്റ്റുഡൻസിന് ഗുഡായിരുന്നെങ്കിൽ അവരെ വെരി ഗുഡാക്കി 87%ലേക്ക് എത്തിച്ചു. അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ക്വാണ്ടിറ്റേറ്റീവായിട്ട് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ വേറെ മിസ്റ്റേക്സ് repeated. See, we found that the following words are repeated frequently in your resume എന്ന് എഴുതിയിട്ടുണ്ട്. സോ അങ്ങനെ 3 words റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ അങ്ങനെ കുറേ സ്പെല്ലിംഗ് മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ അത് കാണിക്കും. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നോക്കേണ്ടത്. അപ്പോൾ ഇത് 60% എബോ ഉണ്ടെങ്കിൽ ATS നമ്മുടെ CV പിക്ക് ചെയ്യും കേട്ടോ. അപ്പോൾ ഇവിടെ 68% ആണ്, അതുകൊണ്ട് സേഫ് സോണിലാണ്. ബട്ട് സ്റ്റിൽ നമുക്ക് ഒരു 100% കിട്ടണം. അപ്പോൾ ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇനി ബിൽഡ് ചെയ്യാനാണെങ്കിൽ അങ്ങനെ ബിൽഡ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ഇവിടെ കണ്ടോ ഏറ്റവും ലാസ്റ്റ് ജോബ് വിന്നിംഗ് റെസ്യൂം ഇൻ മിനിറ്റ്സ് എന്ന് എഴുതിയേക്കുന്നിടത്ത് ക്രിയേറ്റ് യുവർ റെസ്യൂം എന്നുള്ളത് കൊടുക്കുക. അപ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ CV അപ്ലോഡ് ചെയ്തിട്ടുള്ളത് കൊണ്ടിട്ട് തന്നെ ജോബ് ടൈറ്റിൽ, യുവർ നെയിം, എവറിത്തിങ് ഡീറ്റെയിൽസ് എല്ലാം തന്നെ അപ്ലോഡായിട്ട് വരും കേട്ടോ. എന്നിട്ട് ഇത് ഇവിടെ ക്ലിക്ക് ചെയ്യാം. പ്രിവ്യൂ ആൻഡ് അപ്ലോഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ CV ഇവിടെ റെഡിയാക്കി കിട്ടും. ഓക്കെ, ഇതാണ് ദിസ് ഈസ് ഹൗ വി നീഡ് ടു മേക്ക് എ ATS ഫ്രണ്ട്ലി CV. ഇവിടെ എൻ്റെ ഫോട്ടോ വന്നിട്ടില്ല, ഫോട്ടോ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. ബട്ട് സ്റ്റിൽ ബാക്കിയെല്ലാം ഓട്ടോമാറ്റിക്കലി വന്നിട്ടുണ്ട്. ഇങ്ങനെ ഉണ്ടാക്കിയൊരു CV നമ്മളിട്ട് നോക്കുമ്പോഴേക്കും 100% കാണിക്കേണ്ടതാണ്. സോ നമുക്ക് ചെക്ക് ചെയ്യാം അങ്ങനെ കാണിക്കുമോ എന്നുള്ളത്. അപ്പോൾ ഇവിടെ ഗെറ്റ് യുവർ റെസ്യൂം സ്കോർ എന്ന് കൊടുത്തു. അപ്ലോഡ് എന്നുള്ളതിൽ ഞാൻ ഇങ്ങനെ ATS ഫ്രണ്ട്ലി ആയിട്ട് ഉണ്ടാക്കിയിട്ടുള്ള CV ഇതിൽ അപ്ലോഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമുക്ക് നോക്കാം എത്ര പെർസെൻറ്റേജ് വരുന്നുണ്ടെന്ന്. സോ ഇവിടെ ഓക്കെ, ഇറ്റ്സ് ദ ടൈം ടു വെയിറ്റ്. ഓക്കെ,
സി ഇവിടെ പെർസെൻറ്റേജ് 83% ആയിട്ട് ഇപ്പോൾ വന്നു. ഇപ്പോഴും 31 ഇഷ്യൂസ് കാണിക്കുന്നുണ്ട്. അത് നമ്മളായിട്ട് ഫിക്സ് ചെയ്യേണ്ടതാണ്. സ്പെല്ലിംഗ് മിസ്റ്റേക്സോ അല്ലെങ്കിൽ ഗ്രാമാറ്റിക്കൽ എററോ ക്വാണ്ടിറ്റേറ്റീവ് മെഷേഴ്സ് ഇല്ലാത്തത് കൊണ്ടിട്ടോ ഒക്കെ ആയിരിക്കാം. അത് നമ്മളായിട്ട് ഫിക്സ് ചെയ്യാതെ കൊടുക്കുക. അപ്പോൾ പെർസെൻറ്റേജ് കണ്ടോ 83 ആയത്, മോർ ചാൻസസ് ആയല്ലോ. അപ്പോൾ ഇങ്ങനെയാണ് ATS ഫ്രണ്ട്ലി CV നമുക്കിവിടെ റെഡിയാക്കേണ്ടത്. അപ്പോൾ കുറച്ച് ഐഡിയാസൊക്കെ നിങ്ങൾക്ക് കിട്ടി എന്ന് വിചാരിക്കുന്നു. ഇതെങ്ങനെയാണ് എൻഹാൻസ് ചെയ്യേണ്ടത്. ഈ എൻഹാൻസ് CV ഈ ഫ്രീ ആയിട്ടുള്ള ഒരു വെബ്സൈറ്റാണ്, ഉപകാരപ്രദമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇങ്ങനെ ജോബൊക്കെ അന്വേഷിച്ച് നടക്കുന്നവർക്കും ഒക്കെ ഹെൽപ്ഫുൾ ആവുമെന്ന് തോന്നുവാണെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ എന്തായാലും അവർക്കും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് മറക്കേണ്ട. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ലൈക്ക് ബട്ടൺ അമർത്തുക. പിന്നെ ബെൽ ഐക്കണിൽ ഓൾ എന്നുള്ള ഓപ്ഷനും കൂടി ഒന്ന് അമർത്തിയേക്കുക. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഞാൻ ഇതുപോലെ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസൊക്കെ നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങൾക്ക് കിട്ടും കേട്ടോ. അപ്പോൾ അടുത്തൊരു അടിപൊളി വീഡിയോ വീണ്ടും കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ. ബൈ ബൈ ഡിയേഴ്സ്.